നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാമ്പ് കടിയേറ്റ എളേരിത്തട്ടിലെ 4 വയസ്സുകാരി ഋതുചന്ദ്ര വിടവാങ്ങി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് കുട്ടി മരണപ്പെട്ടത്. വീടിനടുത്ത് കളിക്കുന്നതിനിടെയാണ് ഋതുചന്ദ്രയ്ക്ക് പാമ്പുകടിയേറ്റത്. സംസ്ഥാനത്ത് UDF തരംഗമെന്ന എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതോടെ കാസർഗോഡ് ജില്ലയിലും വലിയ ആത്മവിശ്വാസത്തിൽ UDF കേന്ദ്രങ്ങൾ. മിക്ക സർവേകളും ജില്ലയിൽ 2 മുതൽ 4 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. അതേസമയം സർവേ തള്ളി LDF. കാസർഗോഡ് പാടിയിൽ മധ്യവയസ്കനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എതിർത്തോട് സ്വദേശി രഞ്ജിത്ത് എന്ന ബംഗനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലെ കേരള ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ റോഡിൽ അലക്ഷ്യമായി നിർത്തിയിടുന്നത് പതിവാകുന്നു. ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ കയറാതെ റോഡിൽ തന്നെ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതുമൂലം കടുത്ത ഗതാഗത കുരുക്കും അപകട ഭീഷണിയുമാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. ജില്ലയിൽ 1000 കേന്ദ്രങ്ങളിൽ ദാഹജല പന്തലുകളുമായി ഡിവൈഎഫ്ഐ. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ പങ്കാളികളായത്. ഹോസ്ദുർഗ BRCയുടെ നേതൃത്വത്തിൽ ഹോസ ഫാമിലി അറ്റ് 26 എന്ന പേരിൽ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് ആദരവ് പരിപാടി സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരള കാസർഗോഡ് DPC VS ബിജുരാജ് ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാമ്പ് കടിയേറ്റ എളേരിത്തട്ടിലെ 4.5 വയസ്സുകാരി ഋതുചന്ദ്ര വിടവാങ്ങി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് കുട്ടി മരണപ്പെട്ടത്. വീടിനടുത്ത് കളിക്കുന്നതിനിടെയാണ് ഋതുചന്ദ്രയ്ക്ക് പാമ്പ് കടിയേറ്റത്. ചൂട് കനത്തതോടെ സംസ്ഥാനത്താകമാനം വീടിനുള്ളിൽ നിന്നുൾപ്പെടെ നിരവധി പേർക്ക് പാമ്പ് കടിയേറ്റതായുള്ള വാർത്തകൾ ആശങ്ക പരത്തുന്നതിനിടെയാണ് കാസർഗോഡ് ജില്ലയിലും ഇത്തരമൊരു അപകടമുണ്ടായത്. മലയോര പ്രദേശമായ എളേരിത്തട്ട് ഉന്നതിയിലായിരുന്നു സംഭവം. തൊട്ടി കുറുവാട്ട് വീട്ടിൽ ശരത്ചന്ദ്രന്റെയും അജിതയുടെയും മകളായ 4.5 വയസ്സുകാരി ഋതുചന്ദ്ര വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കെ പാമ്പുകടിയേൽക്കുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ വീട്ടുകാർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സകൾ നൽകുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. നില ഗുരുതരമായതിനാൽ കുട്ടിയെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. വ്യാഴാഴ്ച രാവിലെയോടെയാണ് മരണം സംഭവിച്ചത്. ഋതുചന്ദ്രയുടെ മരണം എളേരിത്തട്ട് തൊട്ടി പ്രദേശത്തെ സങ്കടത്തിലാഴ്ത്തി. ഈർച്ച മില്ലിൽ നിന്ന് കൊണ്ടുവന്ന വീടിന് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന മര ഉരുപ്പടികൾക്കിടയിൽ നിന്നും പാമ്പ് പുറത്തേക്ക് വരികയും കുട്ടിയെ കടിക്കുകയുമായിരുന്നു. മൂർഖൻ പാമ്പാണ് കുട്ടിയെ കടിച്ചതെന്നാണ് വിവരം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ പാമ്പുകളെ തണുപ്പുള്ള ഏതു ഭാഗത്തും കാണാനിടയുണ്ടെന്നും ഈ സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുമാണ് ഈ മേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത്. വീട്ടുപരിസരത്തെ വിറകുപുര, അടയ്ക്ക, തേങ്ങ, റബ്ബർ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. കരിയിലകൾ കൂട്ടിക്കിടക്കുന്നത് ഉൾപ്പെടെ എല്ലായിടത്തും കണ്ണുവേണമെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. വീടിന്റെ ചുവരുകളിലെ ചെറിയ വിള്ളലുകളിൽ വരെ ശംഖുവരയൻ പോലുള്ള പാമ്പുകളെ കാണാറുള്ള കാര്യവും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. നാടെങ്ങും മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നുണ്ട്. കൊതുക് പെരുകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനൊപ്പം പാമ്പുൾപ്പെടെ മനുഷ്യന് ഭീഷണിയായിട്ടുള്ള ജീവികളെ വീട്ടുപരിസരത്ത് നിന്നും അകറ്റി നിർത്താനുള്ള ശ്രമവും വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് UDF തരംഗമെന്ന എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതോടെ കാസർഗോഡ് ജില്ലയിലും വലിയ ആത്മവിശ്വാസത്തിൽ UDF കേന്ദ്രങ്ങൾ. മിക്ക സർവേകളും ജില്ലയിൽ 2 മുതൽ 4 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. അതേസമയം സർവേ തള്ളി LDF. സംസ്ഥാനത്ത് UDF തരംഗമെന്ന രീതിയിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തുവരുന്നതോടെ കാസർഗോഡ് ജില്ലയിലെ UDF കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. മിക്ക സർവേകളും ജില്ലയിൽ 2 മുതൽ 4 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. തങ്ങളുടെ വിജയപ്രതീക്ഷകളെ സാധൂകരിക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കുന്നു.
വോട്ടെണ്ണലിന് ഇനി 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത് സംബന്ധിച്ച ചൂടേറിയ ചർച്ചകളാണ് കാസർഗോഡ് ജില്ലയിൽ മുന്നണികൾക്കിടയിൽ നടക്കുന്നത്. SIR-ിലൂടെ വോട്ടർ പട്ടികയിൽ വന്ന മാറ്റം, വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം, പോളിംഗ് ശതമാനത്തിലെ വർധന തുടങ്ങിയവയൊക്കെ LDF, UDF, NDA മുന്നണി സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾ നിലനിർത്തുകയും ഉദുമ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ LDF-ൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് UDF പങ്കുവയ്ക്കുന്നത്. കാഞ്ഞങ്ങാട്ട് വോട്ട് നില മെച്ചപ്പെടുത്തുമെന്നും അവർ പറയുന്നു. എന്നാൽ നിലവിൽ കൈവശമുള്ള ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നും മഞ്ചേശ്വരത്തും കാസർഗോട്ടും നില മെച്ചപ്പെടുത്തുമെന്നുമുള്ള ഉറപ്പിലാണ് LDF. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് NDAയുടെ പ്രതീക്ഷ. AKM അഷ്റഫിന്റെ കഴിഞ്ഞ തവണത്തെ 745 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ കേഡർ വോട്ടുകൾക്കും മുന്നണി വോട്ടുകൾക്കും പുറമെ നിഷ്പക്ഷ വോട്ടുകളും നേടി ഉയർത്താനാകുമെന്ന പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. ഇത്തവണ വോട്ടർ പട്ടികയിൽ നടന്ന ശുദ്ധീകരണം UDF-ന് ഗുണകരമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. 4ാം തവണയും മണ്ഡലത്തിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന K. സുരേന്ദ്രൻ ഇക്കുറി വിജയിച്ചു കയറുമെന്നാണ് BJP പ്രതീക്ഷ. BJP അനുകൂല വോട്ടുകളുടെ പരമാവധി ഏകീകരണവും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയും K. സുരേന്ദ്രന് നിർണായകമാണ്. LDF-ലെ KR ജയാനന്ദ പിടിക്കുന്ന വോട്ടുകൾ മണ്ഡലത്തിലെ UDF, LDF സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളിൽ നിർണായകമാകും. മഞ്ചേശ്വരത്ത് വോട്ട് വിഹിതം കൂടുമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ. എന്നെ നെല്ലിക്കുന്ന് മാറിയ സാഹചര്യത്തിൽ സംഘടനാ കരുത്ത് തെളിയിക്കേണ്ട പോരാട്ടമായാണ് കാസർഗോഡ് മണ്ഡലത്തിലെ പോരാട്ടത്തെ മുസ്ലിം ലീഗ് കാണുന്നത്. ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകാതെ നോക്കുക എന്നതാണ് UDF-ലെ കലക്ടർ മാഹിൻ ഹാജിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ പ്രകടനം നിയമസഭയിലും ആവർത്തിക്കുവാനാണ് NDA-യിലെ ML അശ്വിനി ശ്രമിക്കുന്നത്. കാസർഗോഡ് നഗരസഭ ഒഴികെ മണ്ഡലത്തിലെ NDA സ്വാധീന മേഖലകളിലാണ് ഇവരുടെ പ്രതീക്ഷ. LDF-ന് വേണ്ടി പതിവായി INL മത്സരിച്ചിരുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇടതു സ്വതന്ത്രനായുള്ള വരവിൽ വോട്ട് വിഹിതം കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഷാനവാസ് പാദൂർ. അദ്ദേഹം അധികമായി പിടിക്കുന്ന വോട്ട് UDF സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉദുമയിലേക്ക് വരുമ്പോൾ സിറ്റിംഗ് MLA എന്ന നിലയിലുള്ള വ്യക്തിബന്ധങ്ങളും വികസന നേട്ടങ്ങളും LDF-ലെ CH കുഞ്ഞമ്പുവിന് അനുകൂലമാണ്. വോട്ടുകൾ പാർട്ടി ഭേദമന്യേ സമാഹരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന പ്രതീക്ഷയിലാണ് LDF. UDF വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് UDF-ലെ K. നീലകണ്ഠൻ. ചില അടിയൊഴുക്കുകളും വോട്ടുകളുടെ ഏകീകരണവും നീലകണ്ഠൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഫലം പ്രവചനാതീതമാക്കുന്നു. വോട്ട് വിഹിതം മെച്ചപ്പെടുത്തുവാനാകുമെന്നാണ് NDA-യിലെ മനുലാൽ മേലത്ത് പ്രതീക്ഷിക്കുന്നത്. LDF-ന്റെ ഉറച്ച സീറ്റാണ് കാഞ്ഞങ്ങാട്. ഇവിടെ ഭരണവിരുദ്ധ വികാരം ബാധിക്കാതിരിക്കുവാൻ താഴേത്തട്ടിൽ ശക്തമായ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പലിന്റെ പ്രാദേശിക സ്വീകാര്യത ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ സഹായിച്ചേക്കും. UDF കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയ സീറ്റിൽ മുന്നണി പ്രവർത്തകരുടെ സജീവ സഹകരണം എത്രത്തോളമുണ്ടായെന്നത് വിജയസാധ്യതയിൽ നിർണായകമാകും. സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളി മികച്ച പ്രകടനമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. വോട്ട് വിഹിതം മെച്ചപ്പെടുത്തുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി ബൽരാജ്. CPM-ന്റെ ഉരുക്കുകോട്ടയായ തൃക്കരിപ്പൂരിൽ LDF-ലെ VPP മുസ്തഫ വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായുള്ള സന്ദീപ് വാര്യരുടെ വരവ് മണ്ഡലത്തിന് പുറത്തും അകത്തും വലിയ ചർച്ചയായിട്ടുണ്ടോ? മുന്നണികൾക്ക് അതീതമായി വോട്ടുകൾ സന്ദീപിന് ലഭിച്ചേക്കുമോ എന്ന കാര്യം ചർച്ചയാകുന്നുണ്ട്. അതിനാൽ തന്നെ തൃക്കരിപ്പൂരിലെ ഫലം പ്രവചനാതീതമാണ്. NDA സ്ഥാനാർത്ഥി 2020-ലെ രവി കുളങ്ങരയും വോട്ട് വിഹിതം കൂടുമെന്ന പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാടിയിൽ മധ്യവയസ്കനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എതിർത്തോട് സ്വദേശി രഞ്ജിത്ത് എന്ന ബംഗനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനു ശിക്ഷിച്ചത്. കാസർഗോഡ് പാടിയിൽ മധ്യവയസ്കനെ മാരകായുധം ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാടി വില്ലേജിലെ എതിർത്തോട് സ്വദേശി രഞ്ജിത്ത് എന്ന ബംഗനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനു ശിക്ഷിച്ചത്. 2021 ഏപ്രിൽ 3-ാം തീയതി രാത്രി 10:30 കേസിനാസ്പദമായ സംഭവം നടന്നത്. പാടി ഗ്രാമത്തിലെ എതിർത്തോട് സ്വദേശിയായ രാഘവ CH എന്നയാളെ പ്രതി കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. നെഞ്ചിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ രാഘവ തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന നിബിൻ ജോയിയാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. തുടർന്ന് വിദ്യാനഗർ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു.
പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്രീഡർ ചന്ദ്രമോഹനൻ ജി, അഡ്വക്കേറ്റ് ചിത്രകല എം എന്നിവർ ഹാജരായി. ശാസ്ത്രീയമായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലെ കേരള ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ റോഡിൽ അലക്ഷ്യമായി നിർത്തിയിടുന്നത് പതിവാകുന്നു. ബസ്സുകൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറ്റാതെ റോഡിൽ തന്നെ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് മൂലം കടുത്ത ഗതാഗത കുരുക്കും അപകട ഭീഷണിയുമാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. കുഞ്ചത്തൂർ, തുമിനാട് ഭാഗങ്ങളിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് ഈ അലക്ഷ്യമായ പാർക്കിംഗ് വലിയ തിരിച്ചടിയാകുന്നത്. സ്വകാര്യ ബസ്സുകൾ റോഡിന് മധ്യത്തിൽ തന്നെ നിർത്തിയിടുന്നതിനാൽ വലതുവശത്തുനിന്ന് അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും വലിയ അപകടങ്ങൾ ഇവിടെ ഒഴിവാകുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ബസ് ജീവനക്കാരോട് പലതവണ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു ഫലവുമില്ലെന്നാണ് ആക്ഷേപം. ജനങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ശീലം തന്നെ ബസ് ജീവനക്കാർ തുടരുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് തുമിനാട് വാർഡ് മെമ്പർ ഇല്യാസ് തുമിനാട് KCN ന്യൂസിനോട് പറഞ്ഞു. വ്യക്തിപരമായി പലതവണ ബസ് ഡ്രൈവർമാരോട് ഈ അപകടാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും ആ സമയത്ത് മാറ്റാമെന്ന് സമ്മതിക്കുമെങ്കിലും പിന്നീട് പഴയതുപോലെ തന്നെ തുടരുന്നത് നിർഭാഗ്യകരമാണെന്നും ഇല്യാസ് തുമിനാട് പറഞ്ഞു. എൻ്റെ അതിർത്തിയായ തലപ്പാടി പ്രദേശത്ത് ബസ് നിർത്താൻ സംവിധാനം ഉണ്ടായിട്ടും ലോക്കൽ ബസ് അവിടെ നിർത്തുന്നില്ല. എങ്ങനെ അത് ലൈൻ വരിയായിട്ട് നിർത്തുന്നൊന്നില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോട് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ലൈൻ വരിയായിട്ട് നിർത്താൻ. അവിടെ അതിർത്തി പ്രദേശമായിട്ട് തലപ്പാടിയും കർണാടക കേരള അതിർത്തി ആയതുകൊണ്ട് ബസ് അവിടെ ടേണാവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഈ ലോക്കൽ ബസ് റോട്ടിൽ തന്നെ നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ വാർണിംഗ് കൊടുത്തതാണ്. ഇനിയും വീണ്ടും ഇതിലേക്ക് ശക്തമായിട്ട് നിയമ നടപടിയായിട്ട് ഞാൻ ഇതിലേക്കായിട്ട് പോവും. പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ പങ്കാളികളായത്. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി രുക്മിണി സ്വയംവര ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ഭക്തജനങ്ങളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും കോളേജ് ക്യാമ്പസുകളിൽ രോഹിത് വെമുല ആക്ട് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധ ധർണ നടത്തി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണാ സമരം വെൽഫെയർ പാർട്ടി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും കോളേജ് ക്യാമ്പസുകളിൽ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധ ധർണ നടത്തി. സംഭവത്തിലെ പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും നിതിൻ രാജിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചാണ് തൃക്കരിപ്പൂർ ടൗണിൽ ധർണ നടത്തിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണാ സമരം വെൽഫെയർ പാർട്ടി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പുലർത്തിപ്പോരുന്ന വരേണ്യ വർഗബോധം, ഒരു ഉപരിവർഗ ജനാധിപത്യപരമായിട്ട് നമ്മളതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുമെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ബോധം എന്ന് പറയുന്നത് സവർണ സാമൂഹ്യ ബോധമാണ്. ഈ സവർണ സാമൂഹ്യ ബോധം പേറി നടക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളും അക്കാഡമിക് തലങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നത അധ്യാപകന്മാരും സവർണ ബോധം പേറി നടക്കുന്ന ഈ അധ്യാപകന്മാർ ഇത്തരത്തിലുള്ള ദളിത് വിദ്യാർത്ഥികളെ അവരുടെ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചുകൊണ്ട്
അവരുടെ സാമൂഹികമായ പിന്നാക്കാവസ്ഥയെ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാഴ്ത്തുമ്പോഴാണ് ഇത്തരം വിദ്യാർത്ഥികൾക്ക് സ്വന്തം ജീവൻ വെടിയേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പതിറ്റാണ്ടുകൾ കഴിയുന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. ഈ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ അംബേദ്കറുടെ ചിന്തകൾക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കും കാഴ്ചപ്പാടുകൾക്കും പ്രസക്തിയേറുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് വി കെ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സി എച്ച് ബാലകൃഷ്ണൻ, സി എ യൂസഫ്, ജില്ലാ സെക്രട്ടറി കെ പി വി കുഞ്ഞഹമ്മദ്, ടി സുമേഷ്, പി കെ അഷ്റഫ്, കെ പത്മനാഭൻ, പി ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ സിഗ്നേച്ചർ പ്രൊജക്ടായി കാഞ്ഞങ്ങാട് വിനായക ബസ് സ്റ്റോപ്പിൽ പുതുതായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ സിഗ്നേച്ചർ പ്രൊജക്ടായി കാഞ്ഞങ്ങാട് വിനായക ബസ് സ്റ്റോപ്പിൽ പുതുതായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. കണ്ണൻ പാർത്ഥസാരഥിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് കാഞ്ഞങ്ങാട് പ്രത്യേകിച്ച് 2015 ഇതിനു മുമ്പ് ചെയർമാനായപ്പോഴും കാഞ്ഞങ്ങാടിൻ്റെ ഭരണം എന്ന് പറയുന്നത് 47 പേരടങ്ങുന്ന കൗൺസിൽ മാത്രമല്ല, കാഞ്ഞങ്ങാടിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് കാഞ്ഞങ്ങാടിനെ സ്നേഹിക്കുന്ന എല്ലാ സന്നദ്ധ സംഘടനകളുടെയും പ്രതിനിധികൾ ചേർന്നുകൊണ്ട് ഉള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനമാണ്. ഒരു ജനകീയ കമ്മിറ്റിയാണ് കാഞ്ഞങ്ങാട് ഭരിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കാഞ്ഞങ്ങാട് ലയൺസ്. കാഞ്ഞങ്ങാട് ലയൺസിനെ തോളോട് തോൾ ചേർത്തുകൊണ്ട് തന്നെയാണ് കാഞ്ഞങ്ങാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യ സംരംഭമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് പൂങ്കാവനം. അതുപോലെ തന്നെ കോടതി സമുച്ചയം, അതുപോലെ AO ഓഫീസ്, ജില്ലാ ഹോമിയോ ആശുപത്രി, അതുപോലെ തന്നെ പല ഭാഗത്തും പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരുന്ന LV ടെമ്പിൾ, അതിന് പുറമെ സിനിമ കാണാനെത്തുന്ന വിനായക തിയേറ്റർ കോംപ്ലക്സ്, അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെ ഭാരത് ബീഡി എല്ലാം കൊണ്ടൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ലയൺസ്. ഇപ്പോൾ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ചെയ്തു തന്നിരിക്കുന്ന സ്ഥലം വെയിലത്ത് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങളുടെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിൻ്റെ വക ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാഞ്ഞങ്ങാട് ചെയർമാൻ നമ്മൾ വി രമേശൻ സാറിനെ വിളിക്കുന്നു. അതുപോലെ നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ വരും കാല ഡിസ്ട്രിക്ട് ഗവർണറും ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ നിയുക്ത ഗവർണർ ലയൺ ടൈറ്റസ് തോമസ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീനിവാസ ഷേനായി, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് അഡ്വൈസർ കെ ഗോപി, റീജിയണൽ ചെയർമാൻ പി കുഞ്ഞികൃഷ്ണൻ നായർ, സോൺ ചെയർമാൻ വി സജിത്, IPP പി ശ്യാം പ്രസാദ്, കെ ശ്രീകണ്ഠൻ നായർ, PRO സി വിജയൻ, സെക്രട്ടറി മധു മഠത്തിൽ, ട്രഷറർ വി രാജേഷ്, ക്ലബിലെ മറ്റ് അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. വി രാജേഷ് ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. ദീർഘകാല സേവനത്തിന് ശേഷം മെയ് 30 സർവീസിൽ നിന്നും വിരമിക്കുന്ന മഞ്ചേശ്വരം ശിശു വികസന പദ്ധതി ഓഫീസിലെ ജീവനക്കാരൻ നാരായണന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ടി ഹഫ്സത്ത് ഉദ്ഘാടനം ചെയ്തു. ദീർഘകാല സേവനത്തിന് ശേഷം മെയ് 30 സർവീസിൽ നിന്നും വിരമിക്കുന്ന മഞ്ചേശ്വരം ശിശു വികസന പദ്ധതി ഓഫീസിലെ ജീവനക്കാരൻ നാരായണന് യാത്രയയപ്പ് നൽകി. സാമൂഹ്യനീതി വകുപ്പ് കണ്ണൂർ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ തസ്തികയിൽ പുതിയ നിയമനം ലഭിച്ച കാസർഗോഡ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷുഹൈബ്, റവന്യൂ വകുപ്പിൽ നിയമനം ലഭിച്ച സ്കൂൾ കൌൺസിലർ പൂർണിമ എന്നിവർക്ക് അനുമോദനവും നൽകി. വനിതാ ശിശു വികസന വകുപ്പിലെ കാസർഗോഡ് ജില്ലാതല സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. യാത്രയയപ്പ് സമ്മേളനം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ടി ഹഫ്സത്ത് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രം അഭിമാനിക്കാവുന്ന ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ കാസർഗോഡ് സ്റ്റാഫ് കൗൺസിൽ. ഞാൻ സ്റ്റാഫ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കൂടെ ചേർന്നൊരു കൂട്ടായ്മ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതും ശശിയാണ് ഇവിടെ നേതൃത്വത്തിൽ ഒരു സ്റ്റാഫ് കൗൺസിൽ ഉണ്ട്. അവിടെ എല്ലാ പരിപാടികളും നടക്കുന്നു.
സ്റ്റാഫ് കൗൺസിൽ ശശി വളരെ വളരെ നല്ലൊരു പ്രാസംഗികനാണ്. ഇതൊന്നുമല്ല ശശിയുടെ പ്രസംഗം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ വളരെ നല്ലൊരു നേതൃഭാഗവും എല്ലാവരെയും ഒന്നിച്ച് ഇവിടെ നമ്മളെല്ലാവരും ഒരു ഫാമിലിയിലെ മെമ്പേഴ്സാണ്. അവിടെ തസ്തികയോ കാഡറോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു കുടക്കീഴിൽ ശശിയുടെ നേതൃത്വത്തിൽ അണിനിരത്താൻ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ വ്യത്യാസങ്ങളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് എല്ലാ വ്യത്യാസങ്ങളും ക്രിയേറ്റീവായിട്ട് ഒരു നല്ല ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനുള്ള ശശിയുടെ കഴിവ് അതെന്തായാലും സ്തുത്യർഹമാണ്. ജീവനക്കാർക്ക് ഉപഹാര സമർപ്പണവും നടത്തി. വനിതാ സംരക്ഷണ ഓഫീസർ PG സവിത അധ്യക്ഷത വഹിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർമാരായ സായാഹന KJ, ഗീതാകുമാരി, ശ്രീജ P, ബിന്ദു KK, രജനി, പ്രീത, ശൈലജ, രാജശ്രീ, ജൂനിയർ സൂപ്രണ്ട് K രജീഷ്, ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് ബീരു, മഹിളാ മന്ദിരം സൂപ്രണ്ട് നദീറ, ICDS സൂപ്പർവൈസർ ബിന്ദു, SK ജീഷ്മ, സ്റ്റാഫ് കൗൺസിൽ കൺവീനർ AT ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്ര ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങ് നടത്തി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്ര പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. പാചക വിദഗ്ധനും പുല്ലൂർ പെരിയ പഞ്ചായത്ത് മെമ്പറുമായ A കൃഷ്ണൻ, വാദ്യകലയിൽ തന്റേതായ മികവ് തെളിയിച്ച പുല്ലൂർ മോഹനമാരാർ, വ്യാസേശ്വരം ശിവക്ഷേത്ര മുൻകാല ഭാരവാഹി T ഭാസ്കരൻ എന്നിവരെയാണ് ആദരിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ആദരവിന് അർഹരായവരെ പൊന്നാടയണിയിക്കുകയും ഉപഹാരങ്ങൾ നൽകിയും അനുമോദിച്ചു. ഈ ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം പൂർത്തീകരിച്ച് അതിൽ പ്രാഗൽഭ്യം തെളിയിപ്പിച്ചിട്ടുള്ള ആളുകളെ നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ സംഘാടക സമിതിയുടെ ഭാഗമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അതിലൂടെ നമ്മുടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗംഗാധരൻ വക്കീൽ ചുരുക്കം വാക്കുകളിൽ അവരെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കൈകൊട്ടിക്കളിയും മറ്റു കാര്യങ്ങളെന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ ഓരോ കുടുംബങ്ങളിൽ നിന്നും ഈ മേഖലക്കകത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളുടെ കലാപരിപാടികൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുകയാണ്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ V കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് A ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ആഘോഷ പരിപാടികളുടെ ഭാഗമായി കൈകൊട്ടിക്കളിയും തിരുവാതിരയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ആയമ്പാറ തെയ്യംവീട് വയനാട്ടുകുലവൻ തറവാട്ടിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. വാമനൻ വെളിച്ചപ്പാടൻ, നാരായണൻ വെളിച്ചപ്പാടൻ എന്നിവർ പ്രതിഷ്ഠാ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. പെരിയ ആയമ്പാറ മഹാവിഷ്ണു ക്ഷേത്ര പരിധിയിൽപ്പെട്ടതും പെരിയ പുലിഭൂത ദേവസ്ഥാനത്തിന്റെ ഭാഗമായുള്ളതും വളപ്പിൽ തറവാട്ടുകാരുടെ കോയ്മസ്ഥാനം വഹിക്കുന്നതും ആയമ്പാറ പ്രാദേശിക കമ്മിറ്റിയിൽപ്പെട്ട തെയ്യംവീട് ശ്രീ വയനാട്ടുകുലവൻ തറവാട്ടിൽ നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കത്താൽ ജീർണിക്കപ്പെട്ട തറവാടിനെ 2.5 വർഷം മുൻപ് നാട്ടുകാരുടെയും തറവാട്ടംഗങ്ങളുടെയും വളപ്പിൽ തറവാട്ടുകാരുടെയും സംയുക്ത പുനരുദ്ധാരണ കമ്മിറ്റി യോഗം കൂടുകയും ചെയർമാനായി രാജൻ പെരിയെയും ജനറൽ കൺവീനറായി കുഞ്ഞിരാമൻ സെഞ്ചുറിയെയും രക്ഷാധികാരിയായി അരവത്ത് വാഴുന്നവർ കുടുംബവും ഉൾപ്പെടുന്ന കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ UAE കമ്മിറ്റിയുടെയും മറ്റ് പ്രവാസികളുടെയും നാട്ടുകാരുടെയും ഓരോ വ്യക്തിയുടെയും വലിയ ധനസഹായം കൊണ്ട് ഏകദേശം 40 ലക്ഷത്തോളം രൂപയോളം ചിലവാക്കി തറവാടും താമസിക്കുന്ന പുരയുടെയും പണി പൂർത്തീകരിച്ച് ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാകർമ്മം നടന്നു.
വാമനൻ വെളിച്ചപ്പാടൻ, നാരായണൻ വെളിച്ചപ്പാടൻ എന്നിവർ പ്രതിഷ്ഠാ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. കാലത്ത് എങ്ങനെ കറകളൊന്നും ഉണ്ടായിക്കൂടല്ലോ, അതുകൊണ്ട് കറ തീർന്നിട്ടാണല്ലേ പൂർണ്ണ മനസ്സോടെ തന്നെയാണ് വിട്ടുകൊടുത്തത്. സ്വീകരിക്കട്ടോ. പെരിയ പുലിഭൂത ദേവസ്ഥാനം സ്ഥാനികരും കമ്മിറ്റി അംഗങ്ങളും പ്രാദേശിക കമ്മിറ്റി ഭാരവാഹികളും പരിസര പ്രദേശങ്ങളിലെ ദേവസ്ഥാന സ്ഥാനികരും വിവിധ തറവാട് കമ്മിറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളും സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നാട്ടുകാരും പ്രതിഷ്ഠാ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാമ്പ് കടിയേറ്റ എളേരിത്തട്ടിലെ 4 വയസ്സുകാരി ഋതുചന്ദ്ര വിടവാങ്ങി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് കുട്ടി മരണപ്പെട്ടത്. വീടിനടുത്ത് കളിക്കുന്നതിനിടെയാണ് ഋതുചന്ദ്രയ്ക്ക് പാമ്പുകടിയേറ്റത്. സംസ്ഥാനത്ത് UDF തരംഗമെന്ന എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതോടെ കാസർഗോഡ് ജില്ലയിലും വലിയ ആത്മവിശ്വാസത്തിൽ UDF കേന്ദ്രങ്ങൾ. മിക്ക സർവേകളും ജില്ലയിൽ 2 മുതൽ 4 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. അതേസമയം സർവേ തള്ളി LDF. കാസർഗോഡ് പാടിയിൽ മധ്യവയസ്കനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 12 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എതിർത്തോട് സ്വദേശി രഞ്ജിത്ത് എന്ന ബംഗനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലെ കേരള ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ റോഡിൽ അലക്ഷ്യമായി നിർത്തിയിടുന്നത് പതിവാകുന്നു. ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ കയറാതെ റോഡിൽ തന്നെ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതുമൂലം കടുത്ത ഗതാഗത കുരുക്കും അപകട ഭീഷണിയുമാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. ജില്ലയിൽ 1000 കേന്ദ്രങ്ങളിൽ ദാഹജല പന്തലുകളുമായി ഡിവൈഎഫ്ഐ. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ പങ്കാളികളായത്. ഹോസ്ദുർഗ BRCയുടെ നേതൃത്വത്തിൽ ഹോസ ഫാമിലി അറ്റ് 26 എന്ന പേരിൽ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് ആദരവ് പരിപാടി സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരള കാസർഗോഡ് DPC VS ബിജുരാജ് ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.